ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അഫോർഡബിൾ പ്രൈസിലുള്ള സാരീസ് ആട്ടോ കാണിക്കുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പിങ്ക് ഫ്ലവേഴ്സ്, ആ ഫ്ലവേഴ്സ് ക്രോസ് സ്റ്റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ച് വർക്കാണ് വന്നിരിക്കുന്നത്. വളരെ നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കൂടെ 2 ടൈപ്പ് സാരികളാണ് കാണിക്കുന്നത്. ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇത് 1 ലെയർ ആയിട്ടായിട്ടിരിക്കുന്നത്. ഇതുണ്ടോ, നിറയെ ചെറിയ ചെറിയ ഡിസൈൻസ് വന്നിരിക്കുന്നു. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് പറയാമോ? 695 ഈ സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലിൽ, പ്യുവറൊന്നും അല്ല കേട്ടോ. ഇത് ആണെങ്കിൽ നമുക്ക് ഈ വിലയ്ക്ക് നമുക്ക് കിട്ടില്ല. ഇത് കണ്ടോ, ഇതിൽ ഫുള്ളായിട്ടും ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇത് വെയർ ചെയ്യാൻ 1 ലെയർ ആയിട്ടോ, അതുപോലെ ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റ്സ്ഡ് ആയിട്ടല്ലേ ഞാൻ വെയർ ചെയ്ത് കാണിച്ച്, അതുപോലെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. കണ്ടോ, ഫുള്ളായിട്ടും ഈ വർക്കുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 695. ലിനൻ സാരി ആട്ടോ ഇത്. നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ലൊരു കളർ പാറ്റേണിൽ ഇതെല്ലാം വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിൽ 2 സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 995 ഈ സാരി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ബോർഡറും വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗം വരെ ഇത്രയും ഡിസൈൻ വരുന്നു. പ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെ, കളറിൽ മാത്രം മാറ്റമുള്ളൂ. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. 2 സൈഡിലും ബോർഡർ ഒരു സിൽവർ ഷെയ്ഡിലാട്ടോ ഈ ബോർഡർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ആ എംബ്രോയ്ഡറി വർക്ക് അതിന് കോമ്പിനേഷനായിട്ടുള്ള കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പല്ലു ബോഡിയിൽ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടല്ലോ, ഇത് ഇവിടം വരെ ആട്ടോ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നത് സ്കാറ്റേർഡായിട്ട് ഇതുണ്ടോ, ഇത് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. റേറ്റ് വരുന്നത് 995. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാട്ടോ, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതും വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ. ഇതേക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട, കളറിൽ മാത്രമുള്ള മാറ്റമുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നതും. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. നമുക്ക് 1 ലെയർ ആയിട്ടെല്ലാം ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ബോഡി പാർട്ടിലും ഈ ഡിസൈൻ ഇങ്ങനെ വന്നിരിക്കുന്നു. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും. കളറിൽ മാത്രം മാറ്റമുള്ളൂ. ഡിസൈനുകളെല്ലാം സെയിമാണ്. പക്ഷേ ഞാനിത് മടക്കി കാണിച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോന്നും വിടർത്തി തന്നെ കാണിക്കുന്നതും. ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കും ഇപ്പോൾ ഏതൊരു കളറിൻ്റെ ആയാലും അതിന് ആ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗിയും. ആ ബോർഡർ വന്നിരിക്കുന്നു. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. നമുക്കിതിനെ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും എല്ലാം നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ വെയ്റ്റ്ലെസ്സാണ്. എപ്പോഴും അതാണല്ലോ എല്ലാവരും നോക്കുന്നത്. കാരണം ഈ സാരിക്ക് വെയിറ്റ് കുറയുമ്പോഴാണ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പവും. എല്ലാവരും അതാണ് നോക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റുള്ള ഒരു സാരിയും കൊണ്ടുവരാറില്ല. പിന്നെ കഴിയുന്നതിന് ട്രാൻസ്പെറൻസി ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ലിനൻ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. പ്യുവറല്ല കേട്ടോ. പ്യുവറിനൊന്നും നമുക്ക് ഈ റേറ്റിന് കിട്ടത്തില്ല, അതറിയാലോ. ഇത് 995 ഇത് വന്നിരിക്കുന്നത്. പക്ഷേ പ്യുവർ പോലെ തന്നെ നമുക്കിത് തോന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മെറ്റീരിയലും ഇത് വന്നിരിക്കുന്നത്.